ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നത്തെയും പോലെ കുറച്ച് ഒരു 5-6ഓളം കമ്പനീസിൻ്റെ 10-30ഓളം വേക്കൻസീസ് ആയിട്ടാണ് ഞാൻ ഇന്നും വന്നേക്കുന്നത്. അതിൽ പല തരത്തിലുള്ള കമ്പനിയുണ്ട്. ടെലികോം കമ്പനീസ് ഉണ്ട്, ടാലൻറ്റ് അക്വസിഷൻ ആയിട്ടുണ്ട്, ഹോസ്പിറ്റലിലുണ്ട്, മറ്റ് റിസപ്ഷനിസ്റ്റ്, അങ്ങനത്തെ പല വേക്കൻസീസ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. ഒരു 5 കമ്പനീസിൻ്റെ 10-30ഓളം വേക്കൻസീസ് ആയിട്ട്. അതായത് DU എന്ന് പറഞ്ഞ ദുബായിലെ ഒരു ഫേമസ് ടെലികോം കമ്പനിയാണ്. ടെലിഫോണിക് ബ്രാൻഡാണ്, ടെലികോം ബ്രാൻഡാണ്. അതിലേക്ക് ഓൾമോസ്റ്റ് 10-12ഓളം വേക്കൻസി, 15ഓളം വേക്കൻസീസ് വന്നിട്ടുണ്ട്. ട്രെയിനി സൈബർ സെക്യൂരിറ്റി, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. പിന്നെ ടെലികോം എഞ്ചിനീയർ, ടീം ലീഡർ, പിന്നെ വരുന്നതാണ് ട്രെയിനി ആയിട്ട് വരുന്നത് ഡാറ്റ അനാലിസിസ്റ്റിലേക്ക്, റോബോട്ടിക് എഞ്ചിനീയറിംഗിലേക്ക് ട്രെയിനീസിൻ്റെ വേക്കൻസി വരുന്നുണ്ട്. ട്രെയിനി ആയിട്ട് കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സിൻ്റെ വേക്കൻസി വരുന്നുണ്ട്. സിവിൽ എഞ്ചിനീയേഴ്സിൻ്റെ വേക്കൻസി വരുന്നുണ്ട്. ഇൻവെസ്റ്റർ റിലേഷൻഷിപ്പിലേക്ക് ട്രെയിനി ആയിട്ട് വേക്കൻസി വരുന്നുണ്ട്. പിന്നെ ഡയറക്ടർ ബിസിനസ് AI, പിന്നെ കൊമേഴ്ഷ്യൽ പാർട്ട്ണറിലേക്ക് വേക്കൻസി വരുന്നുണ്ട്. ഇപ്പം ട്രെയിനീസിൻ്റെ വേക്കൻസി പറഞ്ഞല്ലോ ഞാൻ. ഡാറ്റ അനാലിസിസ്റ്റ്, റോബോട്ടിക്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, സൈബർ സെക്യൂരിറ്റി, ഈ ട്രെയിനീസിലേക്ക് ഫ്രഷേഴ്സിന് ദുബായിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയൊരവസരമാണ്. ഒരു എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നില്ല. ഡാറ്റ അനാലിസിസ്റ്റ് ആയിട്ട് ജസ്റ്റ് പാസ് ഔട്ട് ആയവർ, അതുപോലെ റോബോട്ടിക് എഞ്ചിനീയർ ആയിട്ട് പാസ് ഔട്ട് ആയവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയൊരവസരമാണ്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റിയൊരവസരമാണ്. ഇപ്പം ഈ DU എന്ന് പറയുന്ന ദുബായിലെ ഒരു നമ്പർ 1 ടെലികോം ബ്രാൻഡിലേക്കാണ് ഇപ്പോൾ വേക്കൻസി വന്നിരിക്കുന്നത്. ബയോഡാറ്റ അയക്കേണ്ടത് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യേണ്ടത് www.du.ae എന്ന് പറയുന്ന അവരുടെ വെബ്സൈറ്റ് ഉണ്ട്. അതിൽ കയറി നിങ്ങൾക്ക് ഈ ജോബ്സ് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ട്രെയിനി ഡാറ്റ അനാലിസിസ് അല്ലെങ്കിൽ ട്രെയിനി റോബോട്ടിക് എഞ്ചിനീയർ എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കിട്ടും. അതിൽ 1-2 സ്റ്റെപ്സ് പറയുന്നുണ്ട്. അതായത് നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു കൊടുക്കുക, മെയിൽ ലിങ്ക് ചെയ്യുക, അങ്ങനെ ചെയ്തിട്ട് ലാസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് അവരുടെ തന്നെ ഒറിജിനൽ വെബ്സൈറ്റാണ്. വെബ്സൈറ്റ് കയറിയിട്ട് അപ്ലൈ ചെയ്യുന്നതാണ് www.du.ae എന്ന് പറയുന്ന ദുബായ് ബേസ്ഡ് ടെലികോം ബ്രാൻഡിൻ്റെ വേക്കൻസീസ് ആണ്. പിന്നെ വരുന്നതാണ് MZN MENA എന്ന് പറയുന്ന ഒരു കമ്പനിയിലേക്ക് അക്കൗണ്ടന്റിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. talent@mzn.com എന്ന് പറയുന്ന മെയിലിലേക്ക് നിങ്ങൾക്ക് മെയിൽ അയക്കാം. പിന്നെ വരുന്നതാണ് കനേഡിയൻ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ഫ്രഷേഴ്സിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. അതായത് മെഡിക്കൽ കോഡറായിട്ട് ഫ്രഷേഴ്സിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. കനേഡിയൻ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ബയോഡാറ്റ അയക്കേണ്ടത് career@CSH, അതായത് കനേഡിയൻ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ CSH.ae എന്ന് പറയുന്ന മെയിലിലേക്കാണ് മെയിൽ അയക്കേണ്ടത്. പിന്നെ വരുന്നതാണ് TMTCO എന്ന് പറയുന്ന ടെംകോ എന്ന് പറയുന്ന കമ്പനിയിലേക്ക് സീനിയർ അക്കൗണ്ടന്റിന്റെ ഒരു വേക്കൻസി വന്നിട്ടുണ്ട്. ഇപ്പം ദുബായിൽ ജോബ് മാറി കയറാൻ ആഗ്രഹിക്കുന്ന അക്കൗണ്ടന്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കായിരിക്കും ഇത് കൂടുതലും എഫക്റ്റീവ് ആയിട്ട് വരിക. അല്ലെങ്കിൽ നാട്ടിലൊരു കുറച്ച് നാൾ എക്സ്പീരിയൻസ്, അതായത് വാല്യൂ ടാക്സിൻ്റെ ഒക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു അവസരമാണ്. ബയോഡാറ്റ അയക്കേണ്ടത് nelson.k@temtco.ae എന്ന് പറയുന്ന മെയിലിലേക്ക് നിങ്ങൾക്ക് മെയിൽ അയക്കാം. സീനിയർ അക്കൗണ്ടിൻ്റെ വേക്കൻസിയാണ്. പിന്നെ 5-ാമത്തായിട്ട് വരുന്ന കമ്പനിയാണ് അൽ സാദ് പ്രീകാസ്റ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലേക്ക് റിസപ്ഷനിസ്റ്റായിട്ടും അഡ്മിനായിട്ടും വേക്കൻസി വരുന്നുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവിലേക്കും റിസപ്ഷനിലേക്കും ഒരു വേക്കൻസി വന്നിട്ടുണ്ട്. ഏത് ഡിഗ്രി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് അയക്കാം. അതും ഒരു ഫ്രഷേഴ്സിന് അല്ലെങ്കിൽ ദുബായിൽ ഡിഗ്രി ഉണ്ടായിട്ടും ജോബ് അന്വേഷണം നടക്കുന്നവർക്ക് പറ്റിയൊരു ജോബ് വേക്കൻസിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് ഇട്ടേക്കുന്നത്. അതും ഈ AI സാദ് പ്രീകാസ്റ്റിലേക്ക് ഒരു വേക്കൻസിയാണ്. റിസപ്ഷനിസ്റ്റ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവിലേക്ക് ഒരു വേക്കൻസി വന്നിട്ടുണ്ട്. ബയോഡാറ്റ അയക്കേണ്ടത് job@sadme.com എന്ന് പറയുന്ന മെയിലിലേക്ക് നിങ്ങൾക്ക് മെയിൽ അയക്കാവുന്നതാണ്. ഇപ്പം ഇന്ന് ഞാൻ പറഞ്ഞ ഓൾമോസ്റ്റ് 5ഓളം കമ്പനീസിലേക്കും കൂടുതലും ട്രെയിനീസ് അല്ലെങ്കിൽ ഫ്രഷേഴ്സ് ഒക്കെ ദുബായിൽ ജോബ് അന്വേഷണം നടക്കുന്നവർക്കും അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ പറ്റിയവർക്കുള്ളൊരു അവസരമാണ്. അപ്പോൾ സൈനിങ് ഓഫ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിൻ്റെ വരെ ബൈ. ഈ ക്ലസ്റ്റർ ജോബ്സ്.